പോലീസും വനംവകുപ്പും അട്ടപ്പാടിയിലെ വനമേഖലയിൽ കുടുങ്ങിയ ഒരു വാർത്തയിലേക്കാണിനി. കഞ്ചാവ് തോട്ടം തിരച്ചിലിനായി വനത്തിൽ പോയ പോലീസ് സംഘവും വനംവകുപ്പ് ജീവനക്കാരുമാണ് വഴിതെറ്റി കാട്ടിലകപ്പെട്ടത്. അഗളി ഡിവൈഎസ്പി അടക്കമുള്ള സംഘവും കൂട്ടത്തിലുണ്ട്. സംഘം സുരക്ഷിതരാണെന്നും പകൽ മടങ്ങിയെത്തുമെന്നും പോലീസ് അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് ഈ പോലീസ് സംഘം വനത്തിലകപ്പെട്ടത്? ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? അട്ടപ്പാടി വനമേഖലയിൽ കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും അടങ്ങുന്ന സംഘമാണ് കാട്ടിൽ അകപ്പെട്ടിട്ടുള്ളത്. സാധാരണ നിലയിൽ 1-2 മാസം കൂടുമ്പോൾ ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി, എവിടെയെങ്കിലും കഞ്ചാവ് വിളയിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് വനംവകുപ്പും പോലീസും എത്തിച്ചേരാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് പകൽ സംഘം പോയത്. 14 അംഗ സംഘമാണ് പോയത്. മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘവും ഇവരുടെ കൂടെയുണ്ട്, വനംവകുപ്പ് സംഘവും ഇവരുടെ കൂടെയുണ്ട്. ഇവർ അഗളി വനമേഖലയോട് ചേർന്ന് അട്ടപ്പാടിയിലെ അഗളിയിൽ നിന്നാണ് ഇവർ വനമേഖലയിലേക്ക് തിരിഞ്ഞു പോയത്. തൊട്ടടുത്ത് സൈലന്റ് വാലിയാണ്. അതിനോട് ചേർന്നുള്ള മറ്റൊരു ഭാഗത്ത് തിരച്ചിൽ നടത്തിയ സംഘം പെട്ടെന്ന് കാട്ടിൽ നിന്ന് വഴിതെറ്റി മറ്റൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘം സുരക്ഷിതമാണ്. എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ നാളെ രാവിലെയോടുകൂടി തന്നെ സംഘം തിരിച്ച് അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാട് എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം.